നേതാക്കൾ അഴിമതി കുരുക്കിലാകുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിഷേധങ്ങളിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ സിപിഎമ്മും കോൺഗ്രസും. സംസ്ഥാന നേതാക്കൾക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിനെതിരെ സിപിഎമ്മും ദേശീയ നേതാക്കളുടെ അഴിമതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് കോൺഗ്രസും ഇഡി കൊച്ചി സോണൽ ഓഫീസിനെ സമര കേന്ദ്രമാക്കുകയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ദേശീയ അന്വേഷണ ഏജൻസികളെ പഴി പറയുന്ന നയം പണ്ടുമുതലേ സിപിഎമ്മും കോൺഗ്രസും വച്ചു പുലർത്തുന്നതാണ്. നമ്മൾ ദേശീയ തലത്തിൽ കണ്ടതാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധ മാർച്ച്. എന്തായാലും ഏത് അന്വേഷണം വന്നാലും ഇപ്പോൾ ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ പഴി പറയുന്ന നയം തുടരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ് എല്ലാ പ്രതിഷേധങ്ങളും ഇഡി കൊച്ചി സോണൽ ഓഫീസ് കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് നടക്കുന്നതും, അല്ലേ? ടോണി, തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം മാസപ്പടി കേസിലടക്കമുള്ള കാര്യങ്ങളിൽ ഇഡിയുടെയും മറ്റു അന്വേഷണം വളരെ കൃത്യമായി നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ SFIO കേസിന് സ്റ്റേ വന്നെങ്കിൽ പോലും, അതിൻ്റെ തുടർ നടപടികൾക്ക് സ്റ്റേ വന്നെങ്കിൽ പോലും ഇഡി അതിൻ്റെ അന്വേഷണമൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇഡി ഓഫീസിനും മറ്റുള്ള ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഓഫീസുകൾക്ക് മുന്നിലുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ ആവർത്തിക്കുന്നത്. ലാവ്ലിൻ കേസ് മുതൽ ഇത്തരം പഴികൾ കേൾക്കുന്നതാണ് കേന്ദ്ര ഏജൻസികൾ. ഈ സമാനമായ രീതിയിൽ അത്തരം കേസുകളിലെല്ലാം തന്നെ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോവുകയും അതെല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇഡി ഓഫീസിലേക്കുള്ള പ്രതിഷേധം വ്യാപകമാകുന്നത്. ഇത് കോൺഗ്രസ് ആയാലും CPM ആയാലും സമാന രീതിയിൽ പോകുന്നു. നമ്മൾ ഇന്നലെ ഡൽഹിയിലടക്കം കണ്ടതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ആവർത്തിക്കുന്ന ഒരു കാഴ്ച അത് കൊച്ചിയിലും കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഇന്നലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിയിലെ ഇഡി ഓഫീസിലേക്ക് പ്രതിഷേധം നടന്നത്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് തടയിടാൻ സാധിക്കില്ല എന്നതിൻ്റെ കൃത്യമായ തെളിവാകുകയാണ് ഇപ്പോൾ SFIOയുടെ കുറ്റപത്രം സമർപ്പിച്ചുള്ള തുടർ നടപടികൾക്ക് സ്റ്റേ വന്നെങ്കിൽ, ഹൈക്കോടതിയുടെ സ്റ്റേ വന്നെങ്കിൽ പോലും ഇഡി അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിയമോപദേശം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 72 സാക്ഷികളിൽ അതിൽ സാക്ഷിമൊഴികൾ പരിശോധിച്ച ശേഷം ഏറ്റവും പ്രധാന നിർണായകമായ സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അവരുടെ മൊഴികൾ ശേഖരിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിൻ്റെ കൃത്യമായ ഒരു പാതയിലൂടെ തന്നെ മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ 13 പ്രതികൾക്കും സമൻസ് അയക്കുന്ന നടപടിയും ഈ സാക്ഷിമൊഴികൾ പരിശോധിച്ച ശേഷം ഉണ്ടാകും എന്നതാണ് വ്യക്തമാകുന്നത്. അതിലൂടെ മാസപ്പടി കേസിലും കൃത്യമായ ഒരു അന്വേഷണവുമായി ഇഡി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നതും. രോഹിണി.